ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രാക്ഷൻ ഡയഗ്രാം, സ്റ്റേറ്റ് ഡയഗ്രാം ആൻഡ് ആക്ടിവിറ്റി. ഇൻട്രാക്ഷൻ, സ്റ്റേറ്റ് ആൻഡ് ആക്ടിവിറ്റി, ഈ 3 ഡയഗ്രാംസും എന്താണ്, ഡൈനാമിക് ബിഹേവിയർ കാണിക്കുന്നതാണ്. ഓക്കെ, ഡൈനാമിക് ബിഹേവിയർ കാണിക്കുന്നതാണ് ഇൻട്രാക്ഷൻ ഡയഗ്രാം, സ്റ്റേറ്റ് ഡയഗ്രാം, ആക്ടിവിറ്റി ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഇൻട്രാക്ഷൻ ഡയഗ്രാമാണ്. ഓക്കെ, ഇൻട്രാക്ഷൻ ഡയഗ്രത്തിൽ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഓബ്ജക്ട്സ്. ഓക്കെ, ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻട്രാക്ഷൻ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻട്രാക്ഷൻ ഡയഗ്രാം മെയിൻ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, മെസ്സേജ് പാസിംഗ് ആണ്, ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള മെസ്സേജ് പാസിംഗ്. ഓക്കെ, ഹൗ ദീസ് മെസ്സേജസ് മേക്ക് അപ്പ് വൺ ഫങ്ഷണാലിറ്റി ഓഫ് എ സിസ്റ്റം. Interaction diagrams are designed to display how the object will realize the particular requirements of the system. Okay, the critical components in interaction diagram is lifeline and message. Okay, അപ്പം ഈ ഒരു ഇൻട്രാക്ഷൻ ഡയഗ്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് അതിൻ്റെ ലൈഫ് ലൈനും, രണ്ടാമത്തേത് എന്താണ്, മെസ്സേജും. ഓക്കെ, various UML elements typically on interaction diagrams. The details of interaction can show using several notations such as, നമ്മൾ UML ഇൻട്രാക്ഷൻ ഡയഗ്രത്തിൽ മെയിനായിട്ട് വരുന്നതാണ് ഒന്ന് സീക്വൻസ് ഡയഗ്രാം. ഓക്കെ, ഇൻട്രാക്ഷൻ ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒന്ന് സീക്വൻസ് ഡയഗ്രാം, പിന്നെ ടൈമിംഗ് ഡയഗ്രാം, വേറെ ഒന്ന് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കൊളാബറേഷൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ടൈമിംഗ് ഡയഗ്രാം നോക്കണ്ട, നിങ്ങൾക്ക് സീക്വൻസ് ഡയഗ്രാം, കൊളാബറേഷൻ ഡയഗ്രാം, ഇൻട്രാക്ഷൻ ഡയഗ്രത്തിന് എക്സാമ്പിളായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇൻട്രാക്ഷൻ ഡയഗ്രാംസ് ക്യാപ്ചർ ഡൈനാമിക് ബിഹേവിയർ ഓഫ് എനി സിസ്റ്റം. ഓക്കെ, ഡൈനാമിക് ബിഹേവിയർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻട്രാക്ഷൻ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഇൻട്രാക്ഷൻ ഡയഗ്രത്തിൽ വരുന്നതാണ് സീക്വൻസ് ഡയഗ്രാം, അതുപോലെ തന്നെ കൊളാബറേഷൻ ഡയഗ്രാം ആൻഡ് ടൈമിംഗ് ഡയഗ്രാം. നിങ്ങൾ സീക്വൻസ് ഡയഗ്രാം പിന്നെ കൊളാബറേഷൻ ഡയഗ്രാം നോക്കിയാൽ മതി. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഇൻട്രാക്ഷൻ ഡയഗ്രത്തിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനോളജീസ്. ഓക്കെ, ഇൻട്രാക്ഷൻ ഡയഗ്രത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഒന്ന് ആക്ടർ. ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്, സിസ്റ്റം യൂസ് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആരൊക്കെയാണ് സിസ്റ്റവുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത് അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത്, ആക്ടർ. അത് നമ്മൾ യൂസ് കേസ് ഡയഗ്രത്തിൽ പഠിച്ചതാണ്. ആൻഡ് ഇൻട്രാക്ഷൻ ഡയഗ്രാം കണ്ടെയ്ൻസ് ലൈഫ് ലൈൻ, മെസ്സേജസ്, ഓപ്പറേറ്റേഴ്സ്, സ്റ്റേറ്റ് ഇൻവേരിയൻസ് ആൻഡ് കൺസ്ട്രെയിൻസ്. ഓക്കെ, then an actor symbol, then it represents നെക്സ്റ്റ് വരുന്നത് ആക്ടർ സിമ്പിൾ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഒബ്ജക്റ്റ് സിമ്പിൾ. ഒബ്ജക്റ്റ് സിമ്പിളാണ് ഈ റെക്റ്റാങ്കിൾ ബോക്സിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഒരു ഒബ്ജക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ പർച്ചേസ്, ഓക്കെ, ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക. സെയിൽസ്, ഇപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാം, അതാണ് ഒബ്ജക്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെയും ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ ഒരു ബോക്സിൽ 2 കോളൻ ഇടും, ദെൻ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് സെയിൽസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജസ്റ്റ് സ്മോൾ ലെറ്റർ എസ് കോളൻ സെയിൽസ് ഇങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പം സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ്, ദെൻ പർച്ചേസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ബോക്സിൽ കോളൻ ഇട്ടിട്ട് ദെൻ പർച്ചേസ്. അപ്പോൾ അത് പർച്ചേസ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഒബ്ജക്റ്റ് സിമ്പിൾ. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ക്ലാസ് ഒബ്ജക്റ്റ് ഇൻ UML. The object symbol demonstrates how an object will behave in the context of the system. Class attributes should not be listed in this shape. ഓക്കെ, അപ്പോൾ അട്രിബ്യൂട്ട്സ് ക്ലാസ്സിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ആണെങ്കിൽ അതിൽ വരുന്ന അട്രിബ്യൂട്ട്സ്, റോൾ നമ്പർ, സ്ട്രിങ് നെയിം, അതൊന്നും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യില്ല. ഓൺലി ആ ഒരു ഒബ്ജക്റ്റ് നെയിം മാത്രം. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ, ഒരു സിംഗിൾ ഒബ്ജക്റ്റിൻ്റെ ആ ഒരു പാർട്ടിസിപ്പേഷനാണ് നമ്മളിവിടെ ലൈഫ് ലൈനെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Okay, a lifeline represents single participation
ഇൻ ആൻ ഇൻട്രാക്ഷൻ. ഓക്കെ, ആ ഒരു ഇൻട്രാക്ഷൻ ഡയഗ്രത്തിൽ എന്താണ് ഒരു ഒബ്ജക്റ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ആ ഒരു ഇൻട്രാക്ഷനിൽ ഒരു ഒബ്ജക്റ്റിനുള്ള പാർട്ടിസിപ്പേഷനാണ് ലൈഫ് ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ആൻ ഇൻസ്റ്റൻസ് ഓഫ് സ്പെസിഫിക് ക്ലാസ് യുവർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇൻട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ലൈഫ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, ഇപ്പം നമ്മളുടെ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ, ഇപ്പം നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിനെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇങ്ങനെ. ഓക്കെ, ഇപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് ലൈൻ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പർച്ചേസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ എന്താണ് പാർട്ടിസിപ്പേഷൻ, ഇൻട്രാക്ഷനിലുള്ള പാർട്ടിസിപ്പേഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, മെസ്സേജ്. എ മെസ്സേജ് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ലൈഫ് ലൈൻസ് ഇൻ ആൻ ഇൻട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ എ മെസ്സേജ് ഈസ് ടിപ്പിക്കലി ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ലൈഫ് ലൈൻസ്. അപ്പം നമ്മളുടെ പർച്ചേസും സ്റ്റോക്കും. ഓക്കെ, ഇപ്പോൾ പർച്ചേസ് ദെൻ സ്റ്റോക്ക്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും എന്തുണ്ടാണ്, അവരുടെ ലൈഫ് ലൈൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് എന്താണ്, പർച്ചേസിൽ നിന്ന് സ്റ്റോക്കിലേക്ക് ഒരു മെസ്സേജ്. ഇപ്പം നമ്മളൊരു ഐറ്റം പർച്ചേസ് ചെയ്തു, ഇപ്പം നമ്മൾ ആഡ് സ്റ്റോക്ക്. ഓക്കെ, ഇത് സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യണം. അപ്പം നമ്മൾ സ്റ്റോക്കിൻ്റെ ഒബ്ജക്റ്റിന് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, സ്റ്റോക്കിൽ നിന്ന് റിട്ടേൺ മെസ്സേജ് കൊടുക്കും. എന്താണ്, ആഡഡ്, സക്സസ്ഫുള്ളി ആഡഡ് എന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു റിട്ടേൺ മെസ്സേജ് കൊടുക്കും. മനസ്സിലായല്ലോ? ഇതാണ് ഒബ്ജക്റ്റ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് നമ്മൾ മെസ്സേജസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പർച്ചേസ്, അവരുടെ ലൈഫ് ലൈനും. ഇപ്പോൾ ലൈഫ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ പാർട്ടിസിപ്പേഷൻ, അതിന് കാണിക്കുന്നതാണ് ലൈഫ് ലൈന്. ഓക്കെ, അപ്പോൾ ഈ ലൈഫ് ലൈനിൽ നിന്നാണ് നമ്മൾ എന്ത് പാസ് ചെയ്യുന്നത്, മെസ്സേജ് പാസ് ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസിൽ നിന്ന് സ്റ്റോക്കിലേക്ക്, അപ്പം നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റം എന്താണ്, സ്റ്റോക്കിലേക്ക്. അപ്പോൾ ആഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്കിലേക്ക് പാസ് ചെയ്തു. ഓക്കെ, ദെൻ അവിടെ നിന്ന് എന്തെങ്കിലും റിട്ടേൺ മെസ്സേജ് എങ്ങോട്ട് കൊടുക്കും, പർച്ചേസിലേക്ക് കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പം എന്താണ്, സ്റ്റോക്ക് ഈസ് ആഡ് അല്ലെങ്കിൽ ആഡഡ് സക്സസ്ഫുള്ളി എന്താണെന്ന് വെച്ചാൽ ആ റിട്ടേൺ മെസ്സേജ് കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പം എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഈ മെസ്സേജസിലുള്ളത്? എ കോൾ മെസ്സേജ് വിച്ച് ഈസ് യൂസ്ഡ് ടു കോൾ ആൻ ഓപ്പറേഷൻ. Okay, a message to create an instance, a message to destroy an instance for sending signal. Okay, ഏതെങ്കിലും ഒരു ഫങ്ഷൻ, ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫങ്ഷന് ഒരു ഇപ്പോൾ സ്റ്റോക്കിൽ ആഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഉണ്ട്, അതിനെ ഇൻവോക്ക് ചെയ്യുക. അതാണ് എ മെസ്സേജ് ഈസ് യൂസ്ഡ് ടു കോൾ ആൻ ഓപ്പറേഷൻ. ദെൻ എ മെസ്സേജ് ടു ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ്, ഇപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എ മെസ്സേജ് ടു ഡിസ്ട്രോയ് ആൻ ഇൻസ്റ്റൻസ്, ആ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഫോർ സെൻഡിങ് സിഗ്നൽസ്. Then when a lifeline receives a call message, it acts as a request to invoke an operation that has similar signature as specified in the message. മനസ്സിലായല്ലോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പർച്ചേസിൽ നിന്ന് ദെൻ സ്റ്റോക്കിലേക്ക് നമ്മൾ മെസ്സേജ്, ഇപ്പം പർച്ചേസിൽ നിന്ന് സ്റ്റോക്കിലേക്ക് നമ്മൾ മെസ്സേജ് പാസ് ചെയ്യണം. അപ്പം പർച്ചേസിൽ നിന്ന് എന്താണ്, ഇങ്ങോട്ട് എന്താണ്, ആഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ മെത്തേഡ്. അപ്പോൾ അത് എന്താണ്, ഈ പർച്ചേസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഏതാ പർച്ചേസ്, ആഡ് സ്റ്റോക്കിൽ ഇതാണ് ഏതാ ഐ ഡി ഉണ്ടായിരിക്കും അല്ലേ, പർച്ചേസ് ഐ ഡി ഏതാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഐ ഡി. ഓക്കെ, പ്രൊഡക്റ്റ് ഐ ഡി, ഏത് പ്രൊഡക്റ്റാണ്, എത്രയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പം ക്വാണ്ടിറ്റി ഇത്രയും നമ്മൾ എന്താണ് പാരാമീറ്റർ. ഓക്കെ, ദെൻ ആഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു മെത്തേഡ് ഉണ്ടാവും. സ്റ്റോക്ക് തന്നെ ആഡ് സ്റ്റോക്ക്, അതിൽ എന്താണ് ചിലപ്പം വേറെ എന്തെങ്കിലും എന്താണ് പ്രൊഡക്റ്റ് ഐ ഡി ഉണ്ടായിരിക്കും, ക്വാണ്ടിറ്റി ഉണ്ടാവും, ദെൻ ഇപ്പം റേറ്റ്. ഓക്കെ, അപ്പം ഒരു നിങ്ങൾ മെത്തേഡ് ഓവർലോഡിംഗ് ഒക്കെ പഠിച്ചതാണല്ലോ. അപ്പം സെയിം മെത്തേഡ് നെയിം തന്നെ ഡിഫറെൻറ്റ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുക, അതാണ് മെത്തേഡ് ഓവർലോഡിങ്. അപ്പം സ്റ്റോക്ക് തന്നെ 3 or 4 ആഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ടാവും.
അപ്പം ഡിഫറെൻറ്റ് ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കും അതിൽ പാസ് ചെയ്തുണ്ടാവുക. അപ്പം പർച്ചേസ് എന്ന് പറയുമ്പോൾ പർച്ചേസിൽ നിന്ന് ഇപ്പം സ്റ്റോക്കിലേക്ക്, അപ്പോൾ എനിക്ക് സ്റ്റോക്കിൽ 3 മെത്തേഡ് ഉണ്ട്. ഒന്ന് പർച്ചേസ് ഐ ഡിയും പ്രൊഡക്റ്റ് ഐ ഡിയും ക്വാണ്ടിറ്റിയും വരുന്നത്. പിന്നെ ആഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഐ ഡി ക്വാണ്ടിറ്റിയും റേറ്റും വരുന്നത്. ഓക്കെ, അപ്പം പർച്ചേസിൽ നിന്ന് ആഡ് സ്റ്റോക്ക് ഇൻറ്റ് പ്രൊഡക്റ്റ് ഐ ഡി എത്രയാണോ ക്വാണ്ടിറ്റി. ഓക്കെ, ഇത് മാത്രമാണ് ഇൻവോക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്റ്റോക്കിൽ പോയിട്ട് ഏതാണോ ആ പെർട്ടിക്കുലർ മെത്തേഡ് ഇൻവോക്ക് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അതാണ് വെൻ എ ലൈഫ് ലൈൻ റിസീവ്സ് എ കോൾ മെസ്സേജ് ഇറ്റ് ആക്ട് ആസ് എ റിക്വസ്റ്റ് ടു ഇൻവോക്ക് ആൻ ഓപ്പറേഷൻ ദാറ്റ് ഹാസ് സിമിലർ സിഗ്നേച്ചർ ആസ് സ്പെസിഫൈഡ് ഇൻ ദി മെസ്സേജ്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? അതായത് നമ്മളുടെ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, ദെൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഒബ്ജക്റ്റ്. അപ്പം ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് എന്തായിരിക്കും, സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഉണ്ട് അല്ലേ? അപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ആഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഐ ഡി, ദെൻ ക്വാണ്ടിറ്റി. ഓക്കെ, ദെൻ വേറെ ആഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മെത്തേഡ്. ഓക്കെ, അതിൽ പ്രൊഡക്റ്റ് ഐ ഡി ഉണ്ടായിരിക്കും, ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റേറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം പർച്ചേസിൽ നിന്ന് വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ മെത്തേഡ്, അതിൽ വിത്ത് ആർഗ്യുമെൻറ്റ്സ് പ്രൊഡക്റ്റ് ഐ ഡി പിന്നെ ക്വാണ്ടിറ്റി. ഓക്കെ, ഇപ്പം മനസ്സിലായോ? അപ്പം സ്റ്റോക്ക് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ആഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 2 മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഒന്നിൽ പ്രൊഡക്റ്റ് ഐ ഡിയും ക്വാണ്ടിറ്റിയും ആണ്, വേറൊന്നിൽ പ്രൊഡക്റ്റ് ഐ ഡി ക്വാണ്ടിറ്റി പിന്നെ റേറ്റ്. അപ്പം പർച്ചേസിൽ നിന്ന് ആഡ് സ്റ്റോക്കും പിന്നെ പ്രൊഡക്റ്റ് ഐ ഡി ക്വാണ്ടിറ്റിയും ആണ് വരുന്നതെങ്കിൽ ഇത് നേരെ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ പോയിട്ട് ഈ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുക ആണ് എന്നുള്ളത് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, when a lifeline is executing a message, it has a focus of control. As the interaction progresses over time, the focus control moves between various lifelines. Okay, the movement is called a flow of control. Okay, ഇപ്പോൾ ഒരു ലൈഫ് ലൈൻ ഒരു മെസ്സേജ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ it has a focus of control. Then as the interaction progress, അപ്പോൾ ആ ഇൻട്രാക്ഷൻ പ്രോഗ്രസ് ചെയ്യുമ്പം ദെൻ ഒരു ലൈഫ് ലൈനിൽ നിന്ന് നെക്സ്റ്റ് ലൈഫ് ലൈനിലേക്ക്, ദെൻ ആ ഒരു ലൈഫ് ലൈനിൽ നിന്ന് വേറൊരു ലൈഫ് ലൈനിൽ അങ്ങനെ ചെയിനായിട്ട് പോവാം. ഓക്കെ, അതിന് ഈ മൂവ്മെൻറ്റിനെ നമ്മൾ ഫ്ലോ ഓഫ് കൺട്രോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെസ്സേജസ് പറയുന്നത് ഒന്ന് സിങ്ക്രണസ് മെസ്സേജാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നെറ്റ്വർക്കിങ്ങിൽ ഒക്കെ പഠിച്ചിട്ടുണ്ട് സിങ്ക്രണസ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്രണസ് മെസ്സേജ്, അസിങ്ക്രണസ് മെസ്സേജ് ഉണ്ട്. അപ്പോൾ സിങ്ക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് ഇപ്പോൾ ഒരു മെസ്സേജ് സെൻഡർ സെൻഡ് ചെയ്തു, റിസീവർ റിസീവ് ചെയ്തു. ഓക്കെ, ദെൻ അതവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചൊരു അക്നോളജ്മെൻറ്റ് ഇവിടെ കിട്ടും. ആ ഒരു അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് നെക്സ്റ്റ് മെസ്സേജ് പാസ് ചെയ്യുക. ഇതാണ് എന്തെന്ന് പറയുന്നത്, സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു ഉറപ്പുണ്ട്, ഒരു മെസ്സേജ് അവിടെ എത്തി, ദെൻ അവിടെ നിന്ന് അക്നോളജ്മെൻറ്റ് കിട്ടി, ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ദെൻ തിരിച്ച് അസിങ്ക്രണസ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല, ഇങ്ങനെ ഒരു വെയിറ്റിംഗ് പ്രോസസ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ സെൻറ്റർ റിസീവറിലേക്ക് ഇങ്ങനെ മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? അവിടെ എത്തിയോ എത്തിയില്ലേ എന്നുള്ളതൊന്നും ഇല്ല. ഓക്കെ, അതാണ് അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതാണ് സിങ്ക്രണസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ എ സെൻഡർ ഓഫ് എ മെസ്സേജ് കീപ് വെയിറ്റിംഗ് ഫോർ ദി റിസീവർ ടു റിട്ടേൺ കൺട്രോൾ ഫ്രം ദി മെസ്സേജ് എക്സിക്യൂഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പോൾ സെൻഡർ എന്ത് ചെയ്തു, ഇവിടെ ഒരു സെൻഡർ ഉണ്ട്, റിസീവർ ഉണ്ട്. അപ്പോൾ സെൻഡറിലേക്ക് മെസ്സേജ് സെൻഡർ റിസീവറിലേക്ക് മെസ്സേജ് പാസ് ചെയ്തു. ദെൻ അവിടെ നിന്ന് സെൻഡർ പിന്നെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അത് റിസീവറിന് ഇങ്ങോട്ട് റിട്ടേൺ മെസ്സേജ് കിട്ടി, അക്നോളജ്മെൻറ്റ് കിട്ടി, ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്.
ഓക്കെ, അതിന് ശേഷമാണ് സെൻഡർ നെക്സ്റ്റ് മെസ്സേജ് പാസ് ചെയ്യുള്ളൂ. അപ്പോൾ സിങ്ക്രണസ് മെസ്സേജ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ആരോ കൂടിയാണ്. ഓക്കെ, ഇവിടെ ആരോ റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കണേ, കണ്ടോ, ഇവിടെ ഫിൽഡ് ആ ഒരു ട്രയാങ്കിൾ ആ ഒരു ആരോ ആണ്. ഓക്കെ, ഫിൽഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇവിടെ നോക്കിയാൽ അസിങ്ക്രണസ് മെസ്സേജ് ആവുന്ന സമയത്ത് അതെന്താണ്, ഫിൽഡ് ആയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനൊരു ആരോ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ആരോ ഒന്ന് ശ്രദ്ധിക്കണം. സിങ്ക്രണസ് മെസ്സേജ് ആകുമ്പോൾ ആ ഫിൽഡ് ആ ഒരു ആരോ ആണ്. ഓക്കെ, ഇവിടെ ആവുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഫിൽഡ് അല്ല. മനസ്സിലായല്ലോ? ചില സമയത്ത് നമുക്ക് സിങ്ക്രണസ് മെസ്സേജിനെ ഇങ്ങനെയും അസിങ്ക്രണസ് മെസ്സേജിനെ ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്തിട്ട് കാണാറുണ്ട് കേട്ടോ. ചില ടൈമിൽ ചില സ്ഥലങ്ങളിലോ ചില പിക്ചേഴ്സൊക്കെ നോക്കുമ്പോൾ സിങ്ക്രണസ് ഇങ്ങനെയും അസിങ്ക്രണസിന് ഇങ്ങനെയും. ഓക്കെ, സിങ്ക്രണസ് ഫുൾ ആരോ ആയിട്ടും ദെൻ അസിങ്ക്രണസ് മെസ്സേജിന് എന്താണ് ഹാഫ് ആരോ. ഓക്കെ, ഇങ്ങനെയും കാണിക്കാറുണ്ട്. മനസ്സിലായാലോ? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സാധാരണ എപ്പോഴും ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുക. ചില ടൈമിൽ സിങ്ക്രണസ് ഇങ്ങനെയും അസിങ്ക്രണസിന് ഇങ്ങനെയും, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ദെൻ റിട്ടേൺ മെസ്സേജ് എങ്ങനെയാണ് കാണിക്കുന്നത്? ഓക്കെ, ഈ ഒരു രീതിയിലാണ് റിട്ടേൺ മെസ്സേജ്. ഓക്കെ, ദെൻ ഒബ്ജക്റ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഓക്കെ, നമ്മളുടെ സിങ്ക്രണസ് മെസ്സേജിൻ്റെ അതേ നൊട്ടേഷൻ തന്നെയാണ് ക്രിയേറ്റ് മെസ്സേജിലും വരുന്നത്. ദെൻ എന്താണ് ഒബ്ജക്റ്റ് ഡിസ്ട്രക്ഷൻ, എന്താണ് ഡിസ്ട്രോയ് ചെയ്യുന്ന സമയത്ത് എന്താണ് കണ്ടില്ലേ, ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്രോസ് മാർക്ക് ഇട്ടിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ആക്ടിവേഷൻ ബോക്സ് ആണ്. അതായത് ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഒരു ലൈഫ് ലൈനിൽ നിന്ന് വേറൊരു ലൈഫ് ലൈനിലേക്ക് മെസ്സേജ് സെൻഡ്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളുടെ പർച്ചേസ്, ദെൻ അതിൻ്റെ ലൈഫ് ലൈൻ, ദെൻ സ്റ്റോക്ക്, ദെൻ എന്താണ് അതിൻ്റെ ലൈഫ് ലൈൻ. ഓക്കെ, ഇപ്പം ഇതിലൊരു ഇങ്ങനൊരു ബോക്സ് ഉണ്ടാവും, ഒരു ആക്ടിവേഷൻ ബോക്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പം ഇവിടെ ആഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്തല്ലോ. ഓക്കെ, ദെൻ അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പോൾ അതുവരെയാണ് ഒരു ഒരു ബോക്സ്. അതായത് ആ ഒരു മെസ്സേജിൻ്റെ ആക്ടിവേഷൻ, അതായത് അതിൻ്റെ സ്കോപ്പ് എത്രത്തോളം നിൽക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു, ഇവിടെ കഴിഞ്ഞു, അതോടെ ഇതിൻ്റെ സ്കോപ്പ് കഴിഞ്ഞു. ഓക്കെ, അടുത്ത എന്താണ് നെക്സ്റ്റ് വേറൊരു ആക്ടിവിറ്റി ആയിരിക്കും. ഓക്കെ, വേറൊരു മെസ്സേജാണ്. അപ്പോൾ ആ ഒരു മെസ്സേജിൻ്റെ അതിൻ്റെ ഒരു ആക്ടിവേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിവേഷൻ ബോക്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഹോം പേജ് ഒക്കെ ആണെങ്കിൽ എന്താണ് നമ്മളുടെ ലോഗിൻ ചെയ്ത് നമ്മളുടെ ഹോമാണ്. ഓക്കെ, ഹോം ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ലൈഫ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഈ ആക്ടിവേഷൻ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ ഹോം എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും അല്ലേ. ഹോം എന്നാണ് ബാക്കി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ അത് എപ്പോഴും എന്തായിരിക്കും, ഫുള്ളായിട്ട് എപ്പോഴും അതിൻ്റെ ആ ഒരു എന്താണ് ഇൻട്രാക്ഷൻ, അതായത് നമ്മളുടെ ലോഗിൻ ചെയ്ത് ലോഗൗട്ട് ചെയ്യുന്നത് വരെ അത് ആക്റ്റീവായിട്ടായിരിക്കും നിൽക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ആക്ടിവേഷൻ ബോക്സ് എന്ന് പറയുന്നത്. റെപ്രസെൻറ്റ്സ് ദി ടൈം നീഡഡ് ഫോർ എൻ ഒബ്ജക്റ്റ് ടു കംപ്ലീറ്റ് എ ടാസ്ക്. ഓക്കെ, ദി ലോങ്ങർ ദി ടാസ്ക് വിൽ ടേക്ക്, ദി ലോങ്ങർ ദി ആക്ടിവേഷൻ ബോക്സ് ബിക്കംസ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സെൽഫ് മെസ്സേജ്, അതായത് ഒരു ഒബ്ജക്റ്റ് അതിൽ തന്നെ മെസ്സേജ് പാസ് ചെയ്യാം. Okay, in the case when an object need to send message to itself, the self message notation is used using എന്താണ് U-shaped arrow. Okay, U-shaped arrow അല്ലെങ്കിൽ ചിലപ്പം ഇതാണ് നമ്മളുടെ ആക്ടിവേഷൻ ബോക്സ് എങ്കിൽ ഇങ്ങനെയും കാണിക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെ കാണിച്ചിട്ടും കാണാറുണ്ട്. U-shaped തന്നെ ആവണമെന്നില്ല. ഓക്കെ, സാധാരണ U-shape എന്നാണ് നമ്മൾ പറയാം, പക്ഷേ പിക്ചേഴ്സിലൊക്കെ കാണുമ്പം ഈ ഒരു രീതിയിലും കാണിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഡയഗ്രാംസ് ആൻഡ് നൊട്ടേഷൻസ് ആണ്. അപ്പോൾ അതിൽ വരുന്ന എന്തൊക്കെയാണ്? സീക്വൻസ് ഡയഗ്രാം, കൊളാബറേഷൻ ഡയഗ്രാം, ടൈമിംഗ് ഡയഗ്രാം നിങ്ങൾ നോക്കണ്ട. സീക്വൻസ് ഡയഗ്രാം, കൊളാബറേഷൻ ഡയഗ്രാം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ,
What is sequence diagram? A sequence diagram simply depicts interaction between objects in a sequential order. Okay, sequential order, അതായത് 1 by 1. ഓക്കെ, ഇൻട്രാക്ഷൻ ഓബ്ജക്ട്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ അതെന്താണ് 1 by 1 ആയിട്ട് സീക്വൻഷ്യൽ ഓർഡറിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സീക്വൻസ് ഡയഗ്രാം. ദി പർപ്പസ് ഓഫ് സീക്വൻസ് ഡയഗ്രാം ഇൻ UML ഈസ് ടു വിഷ്വലൈസ് ദി സീക്വൻസ് ഓഫ് മെസ്സേജ് ഫ്ലോ ഇൻ ദി സിസ്റ്റം. ദി സീക്വൻസ് ഡയഗ്രാം ഷോസ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ലൈഫ് ലൈൻസ് ആസ് എ ടൈം ഓർഡേർഡ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. ഓക്കെ, a sequence diagram shows an implementation of a scenario in the system. The lifeline in the system take part during execution of the system. In sequence diagram, lifeline represented by a vertical bar. Okay, bar. A message flow between two or more objects is represented using an vertical dotted lines with a which extends across a bottom of the page. In sequence diagram, different types of messages and operators are used which are described. In the sequence diagram, interaction and branching are also used. അപ്പം ഇതാണ് നമ്മളുടെ സീക്വൻസ് ഡയഗ്രത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഞാൻ മറ്റേത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സീക്വൻസ് ഡയഗ്രത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പം എന്നാൽ കണ്ടില്ലേ, ഇവിടെ നമ്മളുടെ ആക്ടർ കസ്റ്റമർ. ഓക്കെ, ദെൻ എന്താണ് ഷോപ്പിംഗ് കാർട്ടിലേക്ക് അതിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് പാസ് ചെയ്തു. ഓക്കെ, ഇപ്പം ഷോപ്പിംഗ് കാർട്ടുമായിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യാണ്. കണ്ടോ, ഷോപ്പിംഗ് കാർട്ടിൻ്റെ ആ ഒരു ആക്ടിവേഷൻ ബോക്സ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഉണ്ടാവും. കാരണം ഇതെന്താണ്, എപ്പോഴാണോ കസ്റ്റമർ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു അത് ഡിസ്ട്രോയ് ചെയ്യുന്നത് വരെ എന്തുണ്ടായിരിക്കും, അത് ഈ ഒരു അതിൻ്റെ മെയിൻ പേജ്, ആ ഒരു യൂസർ ഇൻ്റർഫേസ്, ആ ഒരു ഷോപ്പിംഗ് കാർട്ടിൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്തായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതൊരു ചെറിയ പാർട്ട് കാണിച്ചു എന്നേ ഉള്ളൂ, ഇത് ഫുൾ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് സീക്വൻസ് ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യാൻ ജസ്റ്റ് കാണിച്ചിട്ടേ ഉള്ളൂ. അപ്പം എല്ലാം ഉണ്ടാവില്ല കേട്ടോ, ഇതിൽ ഡിസ്ട്രോയ് ഒന്നും ഇല്ല. ഓക്കെ, ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒരു പാർട്ട് മാത്രം കാണിച്ചതാണ്. ഓക്കെ, ദെൻ എന്താണ് ഷോപ്പിംഗ് കാർട്ടിൻ്റെ ആ ഒരു യൂസർ ഇൻ്റർഫേസിൽ നിന്ന് എന്താണ് നമ്മൾ ഓർഡർ ചെയ്യാണ്. ഓക്കെ, ഓർഡർ ചെയ്തൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ആ ഒരു എന്താണോ ഐറ്റം അത് ഓർഡർ ചെയ്യും. അപ്പം നമുക്ക് എന്താണ്, നമുക്ക് ഗെറ്റ്, ഇവിടെ കണ്ടില്ലേ സീക്വൻസ് ഡയഗ്രാം എന്ന് പറയുമ്പം ഇവിടെ കണ്ടില്ലേ, ഇതാണ് സീക്വൻസ് ആയിട്ട്. അപ്പോൾ ആദ്യം ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു, ദെൻ ഇൻസ്റ്റൻസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഗെറ്റ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് പാസ് ചെയ്യേണ്ടത്. അപ്പം ഇത്രയും ഒരു ഗ്യാപ്പ്, കുറച്ചൊരു ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഗെറ്റ് ടോട്ടൽ, അല്ലാതെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തന്നെ ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ഓക്കെ, അതാണ് ആ ഒരു ടൈമിംഗ് അനുസരിച്ചിട്ട് എന്താണ് സീക്വൻസ് ഓർഡറായിട്ട് ആ ഒരു മെസ്സേജ് പാസിങ്ങിൻ്റെത് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു, ഇവിടെ എത്തി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് എന്താണ് ടോട്ടൽ. ഓക്കെ, നമ്മൾ ഐറ്റം ഓർഡർ ചെയ്തു, അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടുക. ഞാൻ പറഞ്ഞു ഫുള്ളായിട്ടില്ല, ജസ്റ്റ് ഒരു പാർട്ട് മാത്രമാണ് കാണിച്ചത്. ഓക്കെ, ഗെറ്റ് ടോട്ടൽ. ഓക്കെ, ഗെറ്റ് ടോട്ടൽ എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മൾ ആ ഒരു ഐറ്റം, ഏതൊക്കെ ഐറ്റംസാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഗെറ്റ് ടോട്ടൽ ഇവിടെ എത്തി, അതേ സെയിം ടൈം തന്നെ നമുക്ക് എന്താണ് ഓരോ ഐറ്റത്തിൻ്റെയും പ്രൈസ് ഗെറ്റ് ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കസ്റ്റമർ ലോഗിൻ ചെയ്തു ഷോപ്പിംഗ് കാർട്ടിലേക്ക്. അപ്പോൾ യൂസർ ഇൻ്റർഫേസ് ആണിത്. അവിടെ നിന്ന് നമ്മൾ കുറേ ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല ഇവിടെ. അപ്പോൾ ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3 3 ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ എന്താണ് നമുക്ക് ടോട്ടൽ കിട്ടണം. അപ്പോൾ എന്താണ് ഷോപ്പിംഗ് കാർട്ട് യൂസർ ഇൻ്റർഫേസ് നമ്മൾ ഫുള്ളായി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എന്താണ് ഗെറ്റ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഓർഡറിലേക്ക് കിട്ടി. അതേ സമയം തന്നെ എന്താണ് അത് ഐറ്റത്തിലേക്ക് പോയി, എന്താണ് ഗെറ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഐറ്റത്തിൽ നിന്ന് ഐറ്റം പ്രൈസ് റിട്ടേൺ ചെയ്തു. ഓക്കെ, ഐറ്റം പ്രൈസ് റിട്ടേൺ ചെയ്തു. മനസ്സിലായല്ലോ? ഇപ്പോൾ ഫസ്റ്റ് ഐറ്റത്തിൻ്റെ പ്രൈസ്, ദെൻ സെക്കൻഡ് ഐറ്റത്തിൻ്റെ പ്രൈസും തേർഡ് ഐറ്റത്തിൻ്റെ പ്രൈസും എങ്ങോട്ട് റിട്ടേൺ ചെയ്തു, ഈ ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ളതിലേക്ക് റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇത് കണ്ടോ സെൽഫ് മെസ്സേജ്. ഓക്കെ, ഇവിടുന്ന് ഇപ്പം ഇവിടെ ഓരോ ഐറ്റത്തിൻ്റെയും ഐറ്റം 1 ഇവിടെ എന്താണ് ഐറ്റം 1ൻ്റെ, ഐറ്റം 2ൻ്റെ, ഐറ്റം 3ൻ്റെ എത്രയാണോ ടോട്ടൽ എന്നുള്ളത് എന്താണ് ഓർഡറിലേക്ക് കിട്ടി. ദെൻ ഓർഡറിൽ വെച്ചിട്ട് തന്നെ ഈ 3 എണ്ണത്തിൻ്റെയും ടോട്ടൽ, ഈ 3 എണ്ണത്തിൻ്റെയും ടോട്ടൽ കിട്ടി. അപ്പോൾ എന്താണ്
1000 എന്നുള്ളത്. അപ്പം കാൽക്കുലേറ്റ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ ഈ ഓർഡറിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം 3 മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഗെറ്റ് ടോട്ടൽ നമ്മൾ ഐറ്റം പർച്ചേസ് ചെയ്തു, അതിന് ശേഷമുള്ള ഡയഗ്രാമാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ കസ്റ്റമർ ഷോപ്പിംഗ് കാർട്ടിൽ ഷോപ്പിംഗ് കാർട്ടിലേക്ക് ലോഗിൻ ചെയ്തു. ഓക്കെ, ദെൻ ഐറ്റം പർച്ചേസ് ചെയ്തു. ഐറ്റത്തിൻ്റെ പർച്ചേസിങ് ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല, ജസ്റ്റ് ആ ടോട്ടൽ കിട്ടുന്ന മാത്രമാണ് ആ ഒരു ഡയഗ്രാമാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഗെറ്റ് ഐറ്റംസ് പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്തതിന് ശേഷം ഗെറ്റ് ടോട്ടൽ കൊടുത്തു. ദെൻ ഓരോ ഐറ്റത്തിൻ്റെയും പ്രൈസ് എടുത്തു. ഐറ്റം പ്രൈസ് റിട്ടേൺ മെസ്സേജ് ആയിട്ട് എന്ത് ചെയ്തു, ഓർഡറിലേക്ക് കിട്ടി. ദെൻ ഓർഡറിൽ തന്നെ എല്ലാത്തിൻ്റെയും എല്ലാ ഐറ്റത്തിൻ്റെയും എത്രയാണോ എമൗണ്ട് അത് ആഡ് ചെയ്തു, ടോട്ടൽ കിട്ടി. ആ ടോട്ടൽ എന്ന് പറയുന്നത് ഓർഡറിൽ തന്നെ കിട്ടി. അതിനുശേഷം യൂസർ ഇൻ്റർഫേസിലേക്ക് ഷോപ്പിംഗ് കാർട്ടിൻ്റെ യൂസർ ഇൻ്റർഫേസിലേക്ക് കസ്റ്റമറിന് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് റിട്ടേൺ മെസ്സേജ് ആയിട്ട് അയച്ചു. മനസ്സിലായല്ലോ? കമ്മ്യൂണിക്കേഷൻ മനസ്സിലായില്ലേ? ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഫുള്ളായിട്ടില്ല, ചെറിയൊരു പാർട്ട് മാത്രം. ജസ്റ്റ് എങ്ങനെയാണ് സീക്വൻസ് ഡയഗ്രത്തിൽ ആ ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്, ആ ഒരു മെസ്സേജ് പാസിങ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? ഇത് ചില സ്ഥലത്ത് നിങ്ങൾക്ക് ഇങ്ങനെ നമ്പർ ഇട്ടിട്ടും കാണാം. 1 ഗെറ്റ് ടോട്ടൽ. ഓക്കെ, 2 ഗെറ്റ് പ്രൈസ്. മനസ്സിലായല്ലോ? ദെൻ 3 ഇത് 3 ആണ് റിട്ടേൺ മെസ്സേജ്. ഓക്കെ, ഇങ്ങനെ നമ്പറിങ്ങും കാണാൻ പറ്റും സീക്വൻസ് ഡയഗ്രത്തിൽ. ഇത്രയും മനസ്സിലായി എങ്ങനെയാണ് സീക്വൻസ് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, above is an example of sequence diagram of online shopping cart. Starting from top, you can see that the actor of the diagram will be the customer that logs on to the e-commerce website and adds an item to the shopping cart in order to complete the purchase. Let's take a look at the diagram and try to understand how the task is completed in the system. അപ്പോൾ എങ്ങനെയാണ് the shopping cart then ask the order controller for the total price of the item in the cart using get total function. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതെല്ലാം. Okay, once the request has been received, the controller uses the get price function for each item to get the item price. Once the price for all items in the cart has been received by the order controller, the total amount of item in the cart will be calculated using calculate total function, which uses data already available to the order controller. Once calculated, the total price sent to the shopping cart UI so that the customer can proceed with the checkout process. Okay, then next പറയുന്നത് കൊളാബറേഷൻ ഡയഗ്രാമാണ്. അപ്പം കൊളാബറേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഒരു മെസ്സേജ് പാസിങ്ങിനല്ല, അതിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് കാണിക്കാനാണ്. ഓക്കെ, അതായത് ബോത്ത് ദി സീക്വൻസ് ആൻഡ് കൊളാബറേഷൻ ഡയഗ്രാം റെപ്രസെൻറ്റ്സ് ദി സെയിം ഇൻഫോർമേഷൻ ബട്ട് ഡിഫറെൻ്റ്ലി. ഓക്കെ, ഒരു കാര്യം തന്നെയാണ് ഇവർ രണ്ടുപേരും കാണിക്കുന്നത്, ബട്ട് ഒരു ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് ഫ്ലോ ഓഫ് മെസ്സേജ്, ഇപ്പോൾ സീക്വൻസ് ഡയഗ്രത്തിൽ നമ്മൾ ആ മെസ്സേജിൻ്റെ ഫ്ലോ ആണ് കാണിക്കുന്നത്. ഇറ്റ് ഡെപിക്ട്സ് ആർക്കിടെക്ചർ ഓഫ് ദി ഒബ്ജക്ട്സ്, ഓക്കെ, റിസൈഡിങ് ഇൻ ദി സിസ്റ്റം ആസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ആ ഒരു ആർക്കിടെക്ചർ, ഒബ്ജക്റ്റിൻ്റെ ആർക്കിടെക്ചർ, അതായത് ആ ഒരു an object consists of several features. Multiple objects present in the system are connected to each other. The collaboration diagram, which is also known as communication diagram, is used to portray the object's architecture in the system, best suited for analyzing use case. Okay, ഇപ്പോൾ collaboration diagram എന്ന് പറയുന്നത് യൂസ് കേസ് അനലൈസിങ് യൂസ് കേസ് ആണ്. അവിടെ മെസ്സേജ് ഫ്ലോ അല്ല കാണിക്കുന്നത്, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു ആർക്കിടെക്ചറാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ ആർക്കിടെക്ചർ. അപ്പം നമ്മളുടെ യൂസർ ഇൻ്റർഫേസ് വിൻഡോ അത് ഒബ്ജക്റ്റാണ്. ദെൻ മേക്ക് റിസർവേഷൻ, അത് ജസ്റ്റ് ആ ഒരു മെസ്സേജ്. ദെൻ കണ്ടോ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അതാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ കാണിക്കുന്നത് നമ്മളുടെ ട്രെയിന് ടിക്കറ്റ് റിസർവേഷൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മളൊരു അവരുടെ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് റിസർവേഷൻ ചെയ്യാം. ഓക്കെ, സീറ്റ് റിസർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ട്രെയിൻ ഉണ്ടാവും, അതാണ് ഈ ട്രെയിൻ ചെയിൻ എന്ന് പറയുന്നത്, എ ചെയിൻ. ഓക്കെ, കുറേ ട്രെയിൻ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു ട്രെയിൻ നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പം അതിൽ
സീറ്റ് ഉണ്ടോ നമ്മൾ നോക്കും. ഓക്കെ, സീറ്റ് ഉണ്ടോ? ഓക്കെ, അങ്ങനെ സീറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് എന്താണ് കൺഫേം ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം കൺഫർമേഷൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് പോയി. അതാണ് ഇവിടെ ഓർഗനൈസിൻ്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ യൂസ് കേസിൻ്റെ ഒരു അനലൈസിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ വേറെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് പാസിംഗ് ഒന്നുമില്ല. ഫസ്റ്റ് എന്താണ്, വിൻഡോ യൂസർ ഇൻ്റർഫേസ് വരും, ദെൻ ട്രെയിനിനൊക്കെ കാണിക്കും. ഓക്കെ, അതാണ് ട്രെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ദെൻ ട്രെയിനിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രെയിനിനെ സെലക്ട് ചെയ്യും, അതാണ് എ ട്രെയിൻ. ഓക്കെ, ട്രെയിനിനെ സെലക്ട് ചെയ്തു. ദെൻ അതിൽ എന്താണ് റിസർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ്. ഓക്കെ, ഇപ്പോൾ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റ്, അപ്പോൾ അതിൽ സീറ്റ് ഉണ്ടോ, ആ ട്രെയിനിൽ സീറ്റ് ഉണ്ടോ നോക്കി. അങ്ങനെയാണെങ്കിൽ അതിനെ കൺഫേം ചെയ്തു. ഓക്കെ, അങ്ങനെ അവിടെ സീറ്റ് ഇല്ലെങ്കിൽ എന്താണ്, ഇപ്പം ട്രെയിൻ, അപ്പം ആ ട്രെയിനിനുള്ളിൽ തന്നെ ചെക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ കണ്ടോ സീറ്റ് ഉണ്ടോ, അതാണ് ഇവിടെ സെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ട്രെയിനിനുള്ളിൽ ഇതിൽ സീറ്റ് അവൈലബിൾ ആണോ. ഓക്കെ, അവൈലബിൾ ആണെങ്കിൽ കണ്ടോ സീറ്റ് റിസർവ് ചെയ്യും, കൺഫർമേഷൻ വരും. ഇല്ലെങ്കിൽ എന്താണ് അടുത്ത ട്രെയിൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെയാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. അത് ആ ഒരു ഒബ്ജക്റ്റുകളുടെ ഒരു ഓർഗനൈസേഷനാണ് എന്ത് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ പറയാം.